ഹലോ ഹായ് എവരി വൺ, വെൽക്കം ടു മാജിക് ഒനിയൻ. ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഒരു ഹെൽത്തി റെസിപ്പിയാണെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉഴുന്ന് വെച്ചിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നിന് പകരം ചെറുപയർ വെച്ചിട്ടാണ് ഇന്നത്തെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചെറുപയർ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒത്തിരി നന്നായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കാനും തണുത്താൽ പോലും ഇത് ഒത്തിരി ടേസ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പച്ചരി ഞാൻ ഒരു 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തായിരുന്നു. നന്നായിട്ട് കഴുകിയെടുത്തു. 1 ഗ്ലാസ് പച്ചരിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ഗ്ലാസ് ചെറുപയറാണ് എടുത്തേക്കുന്നത്. പയറും ഇതുപോലെ തന്നെ നമ്മൾ കുതിർക്കാനിട്ടായിരുന്നു. ഒരു 6 മണിക്കൂർ നേരം ചെറുപയറും നമ്മൾ പച്ചരിയുടെ കൂടെ ഇട്ടായിരുന്നു. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ചോറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ചെറുപയറും പച്ചരിയും ചോറും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തലേ ദിവസം ഇങ്ങനെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. രാവിലെ ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം ഇതുപോലെ അരച്ച് വെക്കണം. അരച്ച് ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുക. രാവിലെ ആകുമ്പോൾ നല്ലോണം ഇതുപോലെ വീറി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലോണം വീറി ഒരു പാത്രം നിറയെ എന്നുള്ള രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അപ്പം ചുടാൻ വേണ്ടി എടുക്കുന്ന നേരത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നമ്മളൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തവി വെച്ച് ഒഴിക്കാം. നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെയാണ് പ്രൊസീജിയർ. അതുപോലെ തന്നെ നല്ലോണം ഹോളൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ പറ്റും. ദോശ നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഉഴുന്നിന് പകരം ചെറുപയർ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് പകരം ഇഡ്ഡലി ആയാലും ഇതേ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു സെയിം മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ദോശമാവ് ഒഴിച്ച ഉടനെ തന്നെ അത് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഹോളൊക്കെ നന്നായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് വരും. അത് കഴിഞ്ഞ് അത് നല്ല ഹോൾസൊക്കെ റെഡി ആയിട്ട് കഴിയുമ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ദോശ ആയതുകൊണ്ട് ഇത് മൂടിയൊന്നും വെച്ച് വേവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് ഇതിൻ്റെ മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ അടിയൊക്കെ കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേ പ്രൊസീജിയറിൽ നമുക്ക് ഫുള്ള് ദോശ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനു വേണ്ടി നമ്മൾ രാവിലെ തന്നെ അരിയും ഈ പറഞ്ഞ ചെറുപയറും കൂടെ കുതിർത്താനിടുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്കിത് അരച്ച് വയ്ക്കാം. പിറ്റേ ദിവസം രാവിലത്തേക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലോണം ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പച്ചരി വെച്ചുണ്ടാക്കുമ്പോൾ ദോശ നല്ല വൈറ്റ് കളറിലിരിക്കും. ഇതാവുമ്പോൾ ചെറിയൊരു ഗ്രീനിഷ് ടച്ച് ഉണ്ടാവും. ആ ചെറുപയറിൻ്റെ ഒരു കളറും കൂടെ അതിലേക്ക് കയറി വരും. അത് മാത്രമാണ് ഇതിനൊരു ഡിഫറൻസ് ആയിട്ടുള്ളൂ. ഒത്തിരി ഹെൽത്തി ആയിട്ട് തന്നെ ഉള്ള ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ നമുക്ക് ഫുള്ള് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ ഇഡ്ഡലിയാണ് സെയിം മാവ് വെച്ചിട്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ കുഴികളിലേക്ക് എണ്ണയൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം വേണം ഇത് ഒഴിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇഡ്ഡലി പൊങ്ങി വരും. അപ്പോൾ ഫുള്ള് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയതിൽ ദോശയായേക്കാളും സോഫ്റ്റായിരുന്നു ഇഡ്ഡലി. നമ്മുടെ വൈകുന്നേരം ആയിട്ടും അത് അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോയിട്ടുണ്ടായില്ല. നമ്മൾ ഉഴുന്ന് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സോഫ്റ്റൊക്കെ പോയതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് വൈകുന്നേരവും അതേ സോഫ്റ്റ്നെസ്സിൽ തന്നെ ഇരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ മറ്റേത് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ദോശ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു മെത്തേഡ് കൂടി നിങ്ങൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ഥിരം നമ്മൾ ഉഴുന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ
ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെറുപയർ വെച്ചിട്ടുള്ള ഇന്നത്തെ ദോശ ഇഡ്ഡലി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.